ഒത്തിരി നെടുവീർപ്പിൽ കൂടെ കൊണ്ടുപോയ, ഒത്തിരി വിലാപത്തിലൂടെ കൊണ്ടുപോയ, ഒത്തിരി ദുഃഖത്തിലൂടെ കൊണ്ടുപോയ, ഒത്തിരി കണ്ണുനീരിൽ കൂടെ കൊണ്ടുപോയ, ഒത്തിരി കരച്ചിലൂടെ കൊണ്ടുപോയ, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത നിന്റെ ആ നിലവിളിക്ക് ഇനിയും ഒത്തിരി കാലദൈർഘ്യം വരത്തില്ല. അതിനു മുമ്പ് നിന്റെ നിലവിളിയുടെ മറുപടി. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റു നിലവിളിക്ക, നിന്റെ ഹൃദയം വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വിലാപങ്ങൾ 2:19. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. ഇതെല്ലാം വചനം പറയുന്ന നിലവിളിക്കാനാ. ഞാൻ ഇനി വാക്യത്തിൻ്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരാൻ പോവാം. എനിക്ക് ദൈവാത്മാവ് തരുന്ന ബോധ്യം, ചില വിഷയത്തിൽ ഇനിയും നിലവിളിക്കേണ്ടി വരത്തില്ല. അതാ ഇന്നത്തെ സന്ദേശം. നിന്നെ ഒത്തിരി വ്യാകുലപ്പെടുത്തിച്ച, ഒത്തിരി നെടുവീർപ്പുകൾ കൂടെ കൊണ്ടുപോയ, ഒത്തിരി വിലാപത്തിലൂടെ കൊണ്ടുപോയ, ഒത്തിരി ദുഃഖത്തിലൂടെ കൊണ്ടുപോയ, ഒത്തിരി കണ്ണുനീരിൽ കൂടെ കൊണ്ടുപോയ, ഒത്തിരി കരച്ചിലൂടെ കൊണ്ടുപോയ, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത നിന്റെ ആ നിലവിളിക്ക് ഇനിയും ഒത്തിരി കാലദൈർഘ്യം വരത്തില്ല. അതിനു മുമ്പ് നിന്റെ നിലവിളിയുടെ മറുപടി. ഞാൻ ഈ ദൂത് തയ്യാറാക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ജനത്തോട് ധൈര്യത്തോടെ പറ, നിലവിളിയുടെ മറുപടി കാണത്തക്ക രൂപത്തിൽ നിന്റെ കൂടാരത്തിൻ്റെ അകത്ത് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അളവിൽ ഇറങ്ങി നിൽക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലാതെ വെളിപ്പെടുക. വേദപുസ്തകത്തിൽ നിലവിളിച്ചു വാങ്ങിച്ച മറുപടി ചിന്തിക്കാൻ കഴിയുന്ന തലത്തിനപ്പുറമാണ്. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില വിഷയത്തിനകത്ത് ഇതിനെക്കാട്ടി വലിയ പ്രശ്നം നമുക്ക് വന്നിട്ട് നമ്മൾ ചില വിഷയത്തിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ ചില വിഷയത്തിൽ നിലവിളിക്കുക എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. നിലവിട്ട് വിളിക്കുക. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് അവിടെ ഇരുന്ന് സ്തോത്രമൊക്കെ പറയും. നമ്മുടെ ആ സ്റ്റാൻഡേർഡ് വിട്ടൊന്നും ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, ഹൃദയം തകർന്നാൽ, അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ അകലെയല്ല, അടുക്കല.